അതും അതിമനോഹരമായ 3-4 ബെഡ്റൂമുള്ള 1000-ന്റെ എന്റെ പെണ്ണുങ്ങൾ വലിപ്പുണ്ടാവും. അതിമനോഹരമായ നല്ല ടൈലൊക്കെ ഒട്ടിച്ച അതിമനോഹരമായ വീടുകൾ നമ്മൾ കയറ്റി കൊടുത്തു. ഒരു പെണ്ണ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരു അനുഭവം, അല്ലാഹു അനുഭവം നമുക്ക് ചെയ്യാതിരിക്കട്ടെ, വിചാരിക്കണം. ഒരു പെണ്ണ് വന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് 4 പെൺകുട്ടികളാണ്. 4 പെൺകുട്ടികളാണ്. എന്റെ മൂത്ത കുട്ടിക്ക് 26 വയസ്സ് കഴിഞ്ഞു. വീടില്ല. നാട്ടിലൊക്കെ പാടെ കൂടി ചെറിയൊരു വീട് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. എന്റെ കുട്ടി 26 വയസ്സ് കഴിഞ്ഞു. അവളെ സ്വഭാവം ഇപ്പൊ മോശമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവളെ ചീത്ത പറയുമ്പോ അവള് പറയിച്ചത് എന്നാണ് കെട്ടിച്ചു വിടിയെന്ന്, ഞങ്ങളുടെ കെട്ടിച്ചു വിടി. അങ്ങനെ കല്യാണം ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഒരു കമ്മല് കൊടുക്കാൻ ഗതില്ല, കമ്മല് കൊടുക്കാൻ ഗതില്ല. അങ്ങനെ ഇവര് ഒരു മുതലാളിനെ കാണാൻ തീരുമാനിച്ചു. ആ മുതലാളിന്റെ അടുത്ത് പോയി മുതലാളിയോട് പറഞ്ഞു, എൻ്റെ മൂത്ത കുട്ടിക്ക് 26-ഉം മറ്റുള്ള മക്കൾ 24-ഉം 22 വയസ്സായ മക്കൾക്ക് കല്യാണം വരുന്നുണ്ട്, കെട്ടിക്കാൻ ഒരു ഗതിയില്ല. അപ്പൊ മുതലാളി പറഞ്ഞു, ഞാൻ എൻ്റെ കുട്ടികളെ കെട്ടിക്കാം, ഇന്ന് എൻ്റെ കൂടെ കാറിൽ കയറി കോഴിക്കോട് നിന്ന് കറങ്ങാൻ വരണം. അള്ളാഹു കാത്തിരക്ഷട്ടെ, ഇസ്സത്ത് പണയം വെക്കേണ്ട ഒരു അവസ്ഥ തരാതിരിക്കട്ടെ. ഒരാളെ മുന്നിൽ ചെന്നിട്ട് എൻ്റെ മക്കൾ എത്തിയമാ, എൻ്റെ മക്കൾക്കൊരു ഗതിയില്ല, അതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും സഹായിക്കണം അല്ലേ, പറയേണ്ട ഒരു അവസ്ഥ തരാതിരിക്കട്ടെ. അങ്ങനെ ആ പെങ്ങളെ കരഞ്ഞിട്ട് ഇങ്ങനെ വരിക. അത് വരുന്ന സമയത്ത് ഒരു ഉമ്മണ്ടെത്ര അടുത്ത വീട്ടിൽ പുറത്തേക്ക് നിൽക്കുന്നത്, എന്താ മോളെ ഇങ്ങനെ സങ്കടപ്പെട്ട് വരുന്നത്. അപ്പൊ ഈ അവിടെയുള്ള അനുഭവം പറഞ്ഞു കൊടുത്തു. ഇപ്പൊ തന്നെ ഫർദിട്ടിട്ട് പറഞ്ഞു, അവിടെ നിൽക്ക്, ഇപ്പൊ ഒരു കുട്ടിന്റെ മേലെ കൊടുക്കാണ്, നമുക്ക് അവിടെ പോകാം. കുട്ടി അവിടെ അപ്പൊ പറഞ്ഞു, ഇങ്ങനത്തെ അനുഭവമല്ലേ, എന്റെ കുട്ടികളെ കെട്ടിക്കണ്ട, എവിടേക്കും ഞാൻ. കാരണം ഒരു കമ്മലില്ലേ, നമ്മളൊരു കമ്മല് കൊടുക്കാൻ പോലും ഗതിയില്ല. അങ്ങനെ ഉമ്മ ഈ വീടിന്റെ മുറ്റത്ത് വന്നു പറഞ്ഞു, മോനെ കുട്ടികളെ ഏറ്റെടുക്കണം, കെട്ടിച്ചു കൊടുക്കണം. അന്ന് മുതലാണ് നൂറെ ഹബീബ് ഇങ്ങനെ പാവപ്പെട്ട കുട്ടികളെ കെട്ടിക്കാൻ തീരുമാനിച്ചു. അല്ലാഹു അതിന്റെ പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകട്ടെ കേട്ടോ. അന്ന് മുതൽ ഇന്ന് വരെ 50 കുട്ടികൾ. ഒരു കുട്ടിനെ കെട്ടിക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല, ഒരു പവന് സ്വർണം നമ്മൾക്ക് കടയിൽ നിന്ന് കിട്ടണമെങ്കിൽ 60,000 രൂപ കൊടുക്കണം. വെച്ചാലേ 70 പേടിപ്പിച്ചല്ലേ തമ്പുരാന്. അപ്പോ പേടിപ്പിച്ചല്ലേ നിങ്ങൾ. അപ്പൊ ഈ മക്കൾക്ക് 4 പവനെങ്കിലും കൊടുക്കണം. അപ്പോ ഇൻഷാ അല്ലാഹ് ഇതിന്റെ മുന്നൊക്കെ നമ്മളെ മക്കളെ കെട്ടിച്ചു. എന്നാൽ ഒരു സ്ഥലത്ത് പോയിട്ടും ഒരു 10 പൈസ പിരിച്ചിട്ടില്ല. ഇന്ന് ഞാനൊരു പിരിവിന് ഒരാളെ വിളിച്ചു പറഞ്ഞാൽ എന്റെ പെരന്റെ ഉള്ളിക്ക് ഇഷ്ടം പോലെ പൈസ എത്തും. ഓലിക്കറിയാം കിട്ടുന്ന പൈസ ചെലവാക്കും. ഇപ്പൊ നമ്മൾ കുട്ടികളൊക്കെ കെട്ടിച്ചു, വീടൊക്കെ വെച്ചു. ഇപ്പൊ ഞാനൊരു ദിവസം ഒരു 6 മാസമായി ഞാൻ എന്റെ പൈസ ഒക്കെ ബാഗിൽ നോക്കിയപ്പോ എത്തിമക്കൾ അക്കൗണ്ട് ചെക്ക് ചെയ്തപ്പോ 1,80,00,000 രൂപ ബാക്കിയുണ്ടായിരുന്നു. ഒക്കെ അറിയോ? നൂറെ ഹബീബിനെ മുത്തമ്മലൊക്കെ അറിയോ? ഞാൻ ഇത് പൈസ ആരും ചോദിക്കുന്നില്ല. അപ്പൊ ഞാൻ അക്കൗണ്ടിൽ അങ്ങനെ ഇട്ട് വെച്ചു. ഇതിപ്പോ എന്താ കാട്ടുക? അപ്പോഴാണ് ഒരു ഉമ്മ വന്നിട്ട് പറഞ്ഞത്, മോനെ എന്റെ മക്കൾ എത്തിയമാണ്, ചെറിയ കുട്ടികളാണ്, വാപ്പല്ല, വാടകയൊക്കെ താമസിക്കുന്നത്, വീടൊന്നും വേണ്ട, ഒരു 4 സെന്റ് സ്ഥലം കിട്ടുകയാണെങ്കിൽ വലിയ സന്തോഷമായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാനിവിടെ സ്ഥലം വാങ്ങിത്ത നിങ്ങൾ വരുന്നു പറഞ്ഞു. അങ്ങനെ 3.5 ഏക്കർ സ്ഥലം ഈ പൈസ കൊണ്ട് എന്താട്ടി നമ്മള് കുറച്ചതിൽ കൂട്ടിയിട്ട് 3.5 ഏക്കർ സ്ഥലം വാങ്ങി. ഒക്കെ അറിയോ? കണ്ടിട്ടുള്ള സ്ഥലം കണ്ടിട്ടില്ല. 3.5 ഏക്കർ അതിമനോഹരമായ സ്ഥലം ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ അപ്പുറത്ത് നമ്മൾ വാങ്ങി. അതിന് നമ്മൾ അടിമി മീറ്റൊക്കെ നടത്തി. ഇൻഷാ അല്ലാഹ് ഇനി കല്യാണം കഴിഞ്ഞാൽ അത് ഓരോരുത്തർക്ക് 4 സെന്റ് വെച്ച് വീതിച്ചു കൊടുക്കും. അതിപ്പോ പ്രശ്നമാണ്. 75 ആൾക്ക് ഇപ്പൊ സ്ഥലം കൊടുക്കാൻ പറ്റുള്ളൂ.
400 അപേക്ഷയും വന്നിക്കണം. എന്താ ചെയ്യാ? ഒരു രക്ഷയില്ല. എന്താ ചെയ്യേണ്ട അറിയില്ല. നോക്ക്. അപ്പോ ഇതൊക്കെ എന്റെ കൂടെ പറപ്പിങ്ങള്, എന്റെ അടിമന്മാരും പിന്നെ എനിക്ക് കിട്ടുന്നു. എന്റെ ഇതിനു വേണ്ടി ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്. ആ പൈസ അപ്പോ ഒരാളെ മുന്നിൽ ചെന്ന് കൈ നീട്ടുന്നില്ല. പക്ഷേ നമ്മൾ ചോദിക്കുന്നതൊക്കെ നമുക്ക് വാരിക്കോരി തരും. അപ്പതാ ഒരു ചെറുപ്പക്കാരൻ അള്ളാഹു ബർക്കത്ത് കേട്ടോ പോയോ സ്വർണ്ണ ചോദിക്കേണ്ട ആവശ്യമില്ല. ആളുകൾ വാരിക്കോരി കൊടുന്നേരാണ്, വാരിക്കോരി കൊടുന്നേരാണ്. ഓലിക്കറിയാം ഈ കിട്ടുന്ന മുതൽ എവിടെ പോകൂല. അപ്പൊ ഇൻഷാ അല്ലാഹ് ഡിസംബർ 29-ാം തീയതി നമ്മളെ മക്കളെ പോലും പറയും, എന്റെ അടിമമാരെ പറയും, അത് നമ്മളെ മക്കളാണ്. ആ നമ്മളെ മക്കളെ ഇൻഷാ അല്ലാഹ് നമ്മള് അതിമനോഹരമായിട്ട് പുതിയാപ്പിളമാരെ ഏൽപ്പിക്കാൻ. അതിന്റെ മുമ്പ് ഇങ്ങനെ 20 കുട്ടികൾ ഉണ്ടോ ഇല്ലെന്ന് അറിയണ്ടേ. എന്റെ അടിമമാരൊക്കെ ഒരു ചിരിച്ചാണെങ്കിലും ഹൃദയത്തിലുണ്ടാവും, പഠിച്ചോനെ കുട്ടികളുണ്ടോ. അപ്പോ 20 മക്കളുണ്ടോ, അതോ തങ്ങളെ പാപ്പ കല്യാണം കഴിപ്പിച്ച് വിടുന്നുണ്ടോ എന്നുള്ളതൊക്കെ ആളുകൾക്ക് എന്തുണ്ടാവും. നൂറെ ഹബീബിന്റെ ആളുകൾക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞങ്ങൾ അടിമമാരൊക്കെ അവർക്കറിയാം തങ്ങൾ പാപ്പന്റെ ജീവിത ചരിത്രം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ വന്നവര് പുതിയന്മാര് അതാണ് മാസ്ക് ഇട്ടത്. ഇൻഷാ അല്ലാഹ് നിങ്ങളെ ഒന്ന് കാണിക്കും. നമ്മളെ കൂടെ പറപ്പിങ്ങള് നിങ്ങളെ മുഖവിനെ മാസ്ക് ഇട്ടോട് കാണൂലല്ലോ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷവും സമാധാനം അല്ലാഹു നൽകട്ടെ.